Hi all. Today I am going to discuss the control scheme for a STATCOM. Last day we have seen what is a STATCOM and its construction. So today going on to the control scheme, just recollect what we have studied in the last section. We are running on module 5 and last day we have covered the sections switching, converter types and compensators and principle of operation. Today we will be concentrating on the configuration and control. So STATCOM is static synchronous compensator, which is analogous to a synchronous machine in which the reactive power flow depends on the output of a voltage source inverter. Here, voltage source inverter is used instead of switching capacitors and inductors. So this is the circuit configuration for a STATCOM. Here we have the AC system, that is utility. Then there is a magnetic coupling such as transformer, which is basically a step down transformer. Then there is a voltage source converter such as voltage source inverter that is shunted by a DC storage capacitor. The exchange of real and reactive power between the STATCOM and utility depends on the output voltage of the converter. If converter voltage is higher than utility voltage, then current flows from STATCOM to the utility, thereby generating reactive power, and thus the STATCOM acts as a capacitor. In case if the utility voltage is greater than the converter output voltage, then current flows from the utility and to the converter side, and in that case the reactive power will be absorbed and therefore the STATCOM acts as an inductor. So if both the voltages are equal, then in that case there will not be any reactive power exchange. So that is the working principle basically. And the voltage on the capacitor determines the amount of real power that will be absorbed from the AC system to meet the internal and transformer losses. STATCOM കൺവേർട്ടേഴ്സ് ഉപയോഗിക്കും. ആ കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ ആണ്. അതൊന്നെങ്കിൽ സിംഗിൾ ഫേസ് എച്ച് ബ്രിഡ്ജ് ആകാം, അല്ലെങ്കിൽ 3 ഫേസ് 2 ലെവൽ 6 പൾസ് ബ്രിഡ്ജ് ആവാം, ഇൻവെർട്ടർ ആകാം, അല്ലെങ്കിൽ 3 ഫേസ് 3 ലെവൽ 12 പൾസ് കൺവേർട്ടർ ആകും. ആ രീതിയിൽ പോകും. അപ്പോൾ ഓരോ കൺവേർട്ടറിൻ്റെ ഓരോ എലിമെൻ്ററി കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൾസ് വേവ് അല്ലെങ്കിൽ ക്വാസി സ്ക്വയർ വേവ് ആണ്. ഈ ഓരോ കമ്പോണൻ്റ് വേവ് ഫോംസിനെ ഒന്നിന്ന് ഫേസ് ഷിഫ്റ്റ് ചെയ്തെടുത്ത് ഫൈനലി നമുക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് സൈൻ വേവ് ആണ് കിട്ടുന്നത്. പ്യുവർലി ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു സൈൻ വേവ് കിട്ടണം. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഡി സിനെ എ സി ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന എ സി ഓൾമോസ്റ്റ് സൈൻ വേവ്, അതായത് ഹാർമോണിക് കമ്പോണൻറ്റ് കുറയ്ക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ പോകുന്നത്. പറഞ്ഞായിരുന്നു സ്റ്റാറ്റ്കോമിൽ ഉപയോഗിക്കുന്ന കൺവേർട്ടേഴ്സ് പലതരത്തിലാകും. ഒന്നെങ്കിൽ സിംഗിൾ ഫേസ് എച്ച് ബ്രിഡ്ജ് ആകാം, 2 ലെവൽ എച്ച് ബ്രിഡ്ജ് ഇൻവെർട്ടർ ആകാം, അല്ലെങ്കിൽ 3 ഫേസ് 2 ലെവൽ 6 പൾസ് ഇൻവെർട്ടർ ആകാം, അല്ലെങ്കിൽ 3 ഫേസ് 3 ലെവൽ 12 പൾസ് ഇൻവെർട്ടർ ആകും. അങ്ങനെ പോകും. അപ്പോൾ നോക്കിക്കുക, ഒരു 2 ലെവൽ 3 ലെവൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ഫോം നോക്കുക. അപ്പോൾ 2 ലെവലിൽ നോക്കുക, ഒന്നെങ്കിൽ 0-1-0-1 എന്നാണ് ഒരു ഹാഫ് സൈക്കിൾ വരുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് തന്നെ. അതേസമയത്ത് 3 ലെവലിൽ നോക്കുക, 0-ന്ന് 1-ലോട്ട് വന്നു, 1-ന്ന് 2-ലോട്ട് വന്നു, 2-ന്ന് തിരിച്ച് 1-ലോട്ട് വന്നു. ഒരു 3 ലെവൽസ് ആണ് ഒരു ഹാഫ് സൈക്കിളിൽ തന്നെ വരുന്നത്. ഇതാണ് ബേസിക്കലി ഒരു 2 ലെവൽ അല്ല 3 ലെവൽ ഇൻവെർട്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നോക്കുക, ഏതാണ് കൂടുതൽ സൈൻ വേവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുന്നത് 3 ലെവലാണ്. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ലെവൽ കൂടുമ്പോൾ മൾട്ടി ലെവൽ ഇൻവെർട്ടേഴ്സിനൊക്കെ പ്യുവർലി ഓൾമോസ്റ്റ് സൈനസോയിഡിനോട് കൂടുതൽ അടുത്തായിട്ട് വേവ് ഫോം കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹാർമോണിക് കണ്ടന്റ് കുറയും. അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി ബേസിക്കലി എന്താണ് 2 ലെവൽ 3 ലെവൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് കാണിക്കാനാണ്. അതേപോലെ ഇപ്പോൾ 6 പൾസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ തന്നെ 6 പൾസ് ഔട്ട്പുട്ടിൽ ഉണ്ടാകണം. അതാണ് 6 പൾസ്. 12 പൾസ് ആണ് 12 എണ്ണമാണ് ഉണ്ടാകും. സോ ഇതാണ് ബേസിക് ഒരു കമ്പാരിസൺ പറയുവാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. So we know that a STATCOM is placed at the midpoint of a transmission line for reactive power compensation. And in the last section we have seen that a STATCOM consists of a large number of gate-controlled semiconductor power switches. And the gating pulse for these devices are generated by an internal control in response to the demanded reactive power reference signal, and the reference signals are provided by the external
or system control. അപ്പോൾ സ്റ്റാറ്റ്കോമിലെ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടറിൻ്റെ ഡിവൈസസ് ആയ GTOന് ഗേറ്റിംഗ് പൾസ് കൊടുക്കുന്നത് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. ഈ ഇൻറ്റേർണൽ കൺട്രോളിന് എക്സ്റ്റേണൽ കൺട്രോൾ കൊടുക്കുന്ന റിയൽ അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ റെഫറൻസ് സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻറ്റേർണൽ കൺട്രോൾ ഗേറ്റ് പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ട റെഫറൻസ് സിഗ്നൽ കൊടുക്കുന്നത് എക്സ്റ്റേണൽ കൺട്രോൾ ആണ്. The main function of the internal control is to operate the converter power switches to produce a synchronous output voltage waveform that forces the reactive and real power exchange required for compensation. അപ്പോൾ ഇന്റേണൽ കൺട്രോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിങ്ക്രോണസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാമെന്നാണ്. ദാറ്റ് ഫോഴ്സസ് ദ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് റിക്വയർഡ് ഫോർ ദ കോമ്പൻസേഷൻ. കോമ്പൻസേഷന് വേണ്ട റിയൽ അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺവേർട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഇന്റേണൽ കൺട്രോൾ ആണ്. So the internal control computes the magnitude and phase angle of the required output voltage from the real current reference and the reactive current reference provided by the external control. And the internal control thus generates a set of gating pattern which determines the on and off periods of each switch in the converter corresponding to the wanted output voltage. So നമ്മുടെ ഇന്റേണൽ കൺട്രോൾ എക്സ്റ്റേണൽ കൺട്രോൾ കൊടുക്കുന്ന റിയൽ ആൻഡ് റിയാക്റ്റീവ് കറണ്ട് റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഗേറ്റിംഗ് പൾസസ് പ്രൊവൈഡ് ചെയ്യും. ഈ ഗേറ്റിംഗ് പൾസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു സ്വിച്ച് എപ്പോൾ ഓൺ ആണ് എപ്പോൾ ഓഫ് ആണോ എന്ന്. അങ്ങനെ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടറിലെ ഓരോ സ്വിച്ചിനെയും കൺട്രോൾ ചെയ്ത് അത് കൺവേർട്ടറിന് റിക്വയർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺവേർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് തീരുമാനിക്കുന്നത് എത്ര റിയൽ അല്ല റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒന്നെങ്കിൽ റിയാക്റ്റീവ് പവറിനെ അബ്സോർവ് ചെയ്യണം അല്ല റിയാക്റ്റീവ് പവറിനെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫ്ലോനെ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇനി നമുക്ക് റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ചിനെ മാത്രം മതി, കൺട്രോൾ ചെയ്യാൻ മാത്രം മതിയെങ്കിൽ എക്സ്റ്റേണൽ കൺട്രോൾ കൊടുക്കുന്ന റെഫറൻസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് കറണ്ട് എത്രയാണോ റിയാക്റ്റീവ് കറണ്ട് വേണ്ടത് അത് മാത്രം മതി റെഫറൻസ് സിഗ്നൽ ആയിട്ട് ഇന്റേണൽ കൺട്രോൾ കൊടുക്കേണ്ടത്. അവിടെ അപ്പോൾ റിയൽ കറണ്ട് സിഗ്നൽ കൊടുക്കണ്ട. So from the reference input given by the external control, the internal control derives the necessary magnitude and angle for the converter output voltage to establish the required DC voltage on the DC capacitor. അതായത് നമുക്കറിയാം നമ്മുടെ സ്റ്റാറ്റ്കോമിനെ ഷണ്ട് ചെയ്യുന്ന ഒരു DC കപ്പാസിറ്ററാണ്, ഒരു DC സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജ് വേണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റ്കോം റിയൽ പവറിനെ അബ്സോർബ് ചെയ്യണം. AC സിസ്റ്റത്തിന് റിയൽ പവറിനെ അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ ലോസസിനെ ഒക്കെ മീറ്റ് ചെയ്ത് നമുക്ക് കപ്പാസിറ്റർ റിക്വയർഡ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ റിക്വയർഡ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണോ എന്ന് ഇൻറ്റേർണൽ കൺട്രോളാണ് അത് ആ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിളിനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ട് വിധത്തിൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് കൺട്രോളാണ്. എങ്ങനെയാണ് ഇൻഡയറക്റ്റ് കൺട്രോൾ വെച്ചിട്ട് കൺവേർട്ടറിൻ്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പം നോക്കുക, ഈ പടത്തിൽ I0 എന്ന് പറയുന്നത് നമ്മുടെ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് ആണ്. V എന്ന് പറഞ്ഞാൽ നമ്മുടെ AC സിസ്റ്റം വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് ഇവിടെ V∠0 ആണ് നമ്മുടെ റെഫറൻസ്. അപ്പം നോക്കിക്കേ, I0 ഈ ഇൻഡയറക്റ്റ് കൺട്രോളിൽ നമ്മുടെ ഇന്റേണൽ കൺട്രോളിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് I0, പിന്നെ ഒരു റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് സിഗ്നൽ ഉണ്ട്, പിന്നെ AC സിസ്റ്റം വോൾട്ടേജ് V ഉണ്ട്. അപ്പോൾ കൺവേർട്ടർ ഔട്ട്പുട്ട് കറണ്ടിന് അതിനൊരു റിയൽ കമ്പോണൻ്റ് ഉണ്ട്, റിയാക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ അതിലെ റിയാക്റ്റീവ് കറണ്ട് കമ്പ്യൂട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് റിയാക്റ്റീവ് കമ്പോണൻ്റ് നമുക്ക് കിട്ടി IOQ. ആ IOQവിനെ IQ റെഫറൻസ് റിയാക്റ്റീവ് കറണ്ടിൻ്റെ റെഫറൻസ് സിഗ്നൽ, അതായത് എത്രയാണ് ആവശ്യമുള്ള ആ റെഫറൻസ് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാകുന്ന എററിനെ നമ്മൾ എറർ ആംപ്ലിഫയറിൽ കൊടുത്തു. എറർ ആംപ്ലിഫയർ കൊടുക്കുമ്പം ഈ എററിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ എറർ എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ എത്രയാണെന്ന് നോക്കുവാണ്. അപ്പം നമുക്ക് ഡെൽറ്റ ആൽഫ കിട്ടി. ഡെൽറ്റ ആൽഫ എന്ന് പറയാൻ കാരണം നമ്മുടെ AC സിസ്റ്റം വോൾട്ടേജും കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകണം. എത്രയാണ്? ഡെൽറ്റ ആൽഫ.
അപ്പം നമ്മുടെ എ സി സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് വി ആണ്. വിനെ നമ്മളൊരു ഫേസ് ലോക്ക് ലൂപ്പിലോട്ട് കൊടുത്തു. ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻപുട്ടിൽ എന്താണോ കൊടുത്തത് അതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നലിന് ഇൻപുട്ടിലുള്ള സിഗ്നലിന് അതേ ഫേസിലുള്ള സിഗ്നലാണ് ഔട്ട്പുട്ടിലുള്ളത്. അപ്പോൾ ഔട്ട്പുട്ടിൽ വന്നത് തീറ്റ, അതായത് ഇൻപുട്ടിലുള്ള അതേ ഫേസ് ആംഗിൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ വന്നു. അപ്പോൾ ഇത് എ സി സിസ്റ്റം വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ തീറ്റ ആണ്. കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെൽറ്റ ആൽഫ ആണ്. എ സി സിസ്റ്റത്തിൻ്റെ ഇതും തമ്മിലൊരു ഡിഫറൻസ് ഡെൽറ്റ ആൽഫ വരണം. സോ നമുക്ക് എത്ര കിട്ടി? തീറ്റ പ്ലസ് ഡെൽറ്റ ആൽഫ ഫേസ് ആംഗിൾ ആഡ് ചെയ്തു. ഇത് വെച്ചിട്ടാണ് എന്ത് ഗേറ്റ് പാറ്റേൺ ലോജിക്ക് ഉണ്ടാക്കി ഗേറ്റ് ടേൺ ഓഫ് GTO ഡിവൈസസിലോട്ട് ഗേറ്റിംഗ് പൾസസിനെ കൊടുക്കുന്നത്. എത്ര ഫേസ് ആംഗിൾ ഉണ്ടാകണം? ഡെൽറ്റ ആൽഫ. എ സി സിസ്റ്റം വോൾട്ടേജും കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഡെൽറ്റ ആംഗിൾ ആൽഫ ആംഗിൾ ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്ന വിധത്തിൽ ആണ് നമ്മൾ ഈ കൺട്രോൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെയാണ് സ്വിച്ചസിനെ ടേൺ ഓൺ ചെയ്യുകയും ടേൺ ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ എ സി സിസ്റ്റം വോൾട്ടേജ് വി ആംഗിൾ 0. ഇവിടെ എന്തുവാ I0 കറണ്ട് ഇങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഇതാണ് കാണിച്ചത്. അപ്പം ബേസിക്കലി നമ്മുടെ എന്താ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ എ സി സിസ്റ്റം വോൾട്ടേജും കൺവേർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും, റിയാക്റ്റീവ് കറണ്ട് ഡിഫറൻസ് ഉണ്ടാകുവാണെങ്കിൽ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്കിംഗ്. ഒന്നുകൂടെ പറയാം, the input to the STATCOM are the converter output voltage, the input to the internal control are the converter output current I0, AC system voltage V, and a reactive current reference IQ reference. So the output of the converter I0 will have a real component and reactive component. We are going for its reactive component. Comparing this with the reference component, we generate an error. This error gets amplified and it gives a phase angle of delta alpha. Means we should have the AC system voltage and the converter output voltage should have a phase angle difference of delta alpha. Let theta be the angle of AC system voltage. When it is passed through a phase lock loop, it produces a signal that is in phase with the having a signal in phase with its phase of the input signal, that is theta. So AC signal is theta and delta alpha we should have a phase difference. So theta plus delta alpha based on this gate pattern logic is developed, and based on this the gate pulses is given to the power semiconductor switches and the converter output voltage will be adjusted so that the DC voltage on the capacitor is maintained to the required value. പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. The inputs to the internal control are AC system voltage B, output current of the converter I0, and the reactive current reference IQ reference. And voltage B operates a phase lock loop that provides the basic synchronizing signal angle theta. And the output current is decomposed into its real and reactive components, and the magnitude of the reactive current component IOQ is compared to the reactive current reference IQ reference. ഉണ്ടായ എററാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എത്ര ഫേസ് ഷിഫ്റ്റ് ഡെൽറ്റ ആൽഫ എത്ര വേണം, കൺവേർട്ടറും ഔട്ട്പുട്ട് വോൾട്ടേജും എ സി സിസ്റ്റവും തമ്മിൽ എത്ര ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകണം. ഈ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ കപ്പാസിറ്ററിൽ റിക്വേർഡ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തോ റിക്വേർഡ് വോൾട്ടേജ് അറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്തോ ഈ ഫേസ് ഷിഫ്റ്റ് ആണ്. എറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഡെൽറ്റ ആൽഫ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കപ്പാസിറ്ററിനെ റിക്വേർഡ് വോൾട്ടേജിൽ എത്തിക്കാൻ പറ്റൂ. And so angle alpha is summed to theta to provide angle alpha plus theta, which represents the desired synchronizing signal for the converter to satisfy the reactive current reference. Angle alpha plus theta operates the gate pattern logic that provides the individual gate drive logic signals to operate the converter power switches. അപ്പം ആൽഫയുടെ കൂടെ തീറ്റയുടെ കൂടെ ആൽഫ ആഡ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ GTO ഡിവൈസസിലേക്ക് ഗേറ്റ് പൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന് ഡെൽറ്റ ആൽഫ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. അത് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകും, റിക്വേർഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തത്. Previously we were discussing on indirect control. Now coming on to the direct control, which is a control for a converter with internal voltage control capability. എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഫേസ് ആംഗിൾ ഉണ്ട്. ഈ കൺട്രോളിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യും.
നമുക്ക് ആവശ്യമായ റിയാക്റ്റീവ് പവർ അല്ലെ റിയൽ പവർ എക്സ്ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ മാഗ്നിറ്റ്യൂഡിനെയും ഫേസ് ആംഗിളിനെയും കൺട്രോൾ ചെയ്യുവാണ്. അപ്പം ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കൺവേർട്ടർ ഔട്ട്പുട്ട് കറണ്ട് I0, AC സിസ്റ്റം വോൾട്ടേജ് അതായത് യൂട്ടിലിറ്റി വോൾട്ടേജ് V, റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് IQ റെഫറൻസ് ആൻഡ് DC വോൾട്ടേജ് റെഫറൻസ് VDC റെഫറൻസ്. അതായത് നമ്മുടെ കപ്പാസിറ്റർ ഈ സ്റ്റാറ്റ്കോമിലെ ഷണ്ട് ചെയ്തേക്കുന്ന DC വോൾട്ടേജ് സോഴ്സ് അതായത് കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരണം അതാണ് VDC റെഫറൻസ്. ഇപ്പോൾ ഉള്ള വോൾട്ടേജ് ആണ് VDC. അവിടെ ഒരു എറർ ഉണ്ടാവും. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് VDC റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റാറ്റ്കോമിന് AC സിസ്റ്റത്തിന് ആവശ്യമായ റിയൽ പവർ എത്ര റിയൽ പവർ ആണ് അബ്സോർബ് ചെയ്യേണ്ടത്, ഇന്റേണൽ ലോസസിനെ മീറ്റ് ചെയ്യാൻ എത്ര റിയൽ പവർ അബ്സോർബ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ്. അപ്പോൾ VDC റെഫറൻസ് ആണ് റിക്വയർഡ് വോൾട്ടേജ്. അപ്പോൾ എറർ ഉണ്ടാവും. എറർ ഉണ്ടായാൽ ആ കറസ്പോണ്ടിങ് VDC വോൾട്ടേജ് റെഗുലേഷൻ ലൂപ്പിൽ നിന്ന് റിയൽ പവർ റെഫറൻസും റിയാക്റ്റീവ് പവർ റെഫറൻസും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ കൺവേർട്ടറിൻ്റെ കറണ്ട് I0 ആണ് ഔട്ട്പുട്ട് കറണ്ട്. ആ I0 ഒരു റിയൽ കമ്പോണൻ്റ് ഉണ്ട്, റിയാക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ I0 Q എന്ന് പറയുന്നത് നമ്മുടെ റിയാക്റ്റീവ് കറണ്ട് റെഫറൻസുമായിട്ടും IOP എന്ന് പറയുന്നത് റിയൽ പവർ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു എറർ ഉണ്ടാവും. എറർ ആംപ്ലിഫയറിൽ കൂടെ പോയി അതിനുശേഷം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ കമ്പ്യൂട്ടർ അതായത് കൺവേർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, ഫേസ് ആംഗിൾ എത്രയെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം മാഗ്നിറ്റ്യൂഡ് V0 ആവണം, ഫേസ് ആംഗിൾ ആൽഫ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് VDC റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കപ്പാസിറ്ററിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ ആണ് V0 വന്നു. നമ്മുടെ AC സിസ്റ്റം വോൾട്ടേജ് V ഒരു ഫേസ് ലോക്ക് ലൂപ്പിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ ദാറ്റ് ഇസ് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് സിഗ്നൽ. ഇതിൻ്റെ ഇൻപുട്ടിൽ എന്താണോ സിഗ്നലിൻ്റെ ഫേസ് അത് തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിലും വരും. ഔട്ട്പുട്ട് സിഗ്നൽ തീറ്റ വരും. അപ്പം നമ്മുടെ AC വോൾട്ടേജും കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ആൽഫ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിക്വയർഡ് സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തീറ്റ ആയിരുന്നെങ്കിൽ തീറ്റയുടെ കൂടെ എന്ത് വരണം, ഫേസ് ഷിഫ്റ്റ് തീറ്റ പ്ലസ് ആൽഫ, മാഗ്നിറ്റ്യൂഡ് V0 വരണം. അത് ഗേറ്റ് പാറ്റേൺ ലോജിക്കിൽ കൊടുക്കും. അതനുസരിച്ച് ഗേറ്റ് പൾസിൽ ജനറേറ്റ് ചെയ്ത് കൺവേർട്ടറിൻ്റെ ഡിവൈസസിലോട്ട് കൊടുക്കുവാണ്, GTO ഡിവൈസസിലോട്ട് കൊടുക്കും ഗേറ്റ് പൾസ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് V0 ഫേസ് ആംഗിൾ ആൽഫയും നമുക്ക് കിട്ടും. അങ്ങനെ റിക്വയർഡ് ആയിട്ടുള്ള DC വോൾട്ടേജ് സെറ്റപ്പ് ചെയ്യാം. അതുവഴി റിക്വയർഡ് ആയിട്ടുള്ള എന്താണ് ലോസസിനെ മീറ്റ് ചെയ്യാൻ, ട്രാൻസ്ഫോമറിൻ്റെ അതേപോലെ ഇന്റേണൽ ലോസസിനെ ഒക്കെ മീറ്റ് ചെയ്യാൻ എത്ര റിയൽ പവർ അബ്സോർബ് ചെയ്യണമെന്ന് ഈ വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യും. Repeating the previously said things, the input signal are bus voltage V, converter output current I0 and reactive current reference IQ reference plus the DC voltage reference VDC. And this DC voltage reference determines the real power the converter must absorb from the AC system in order to supply its internal losses. As the block diagram illustrates, the converter output current is decomposed into reactive and real current components, that is IOQ and IOP. These components, that is the reactive and real components of the converter, are compared to the reactive current reference and the real current reference derived from the DC voltage regulation loop. After suitable amplification, the real and reactive current error signals are converted into the magnitude and angle of the wanted or required converter output voltage from which the appropriate gate drive signals is obtained. Here I am concluding my section. So today we have studied the control scheme for a STATCOM, which includes the indirect control and direct control. It is a control for computing the converter voltage, magnitude and phase angle, for setting up the required voltage on the capacitor so as to absorb the required real power from the AC system. Thank you.